ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്യാൻവാസ് കോമ്പസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പുള്ളിക്കാനം എസ്റ്റേറ്റ് കാണാൻ പോകാം കേട്ടോ. ഈ പുള്ളിക്കാനം എസ്റ്റേറ്റ് പോകുന്നത് മൂലമറ്റം കഴിഞ്ഞിട്ട് അവിടുത്തെ ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. അതായത് വാഗമണിൻ്റെ അടുത്ത്. ആ പോകുന്ന വഴിക്ക് കാണുന്ന ഈ വെള്ളച്ചാട്ടമാണ് ഏലപ്പള്ളി വെള്ളച്ചാട്ടം. മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് അധികം നീരൊഴുക്ക് ഉണ്ടായിരുന്നില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ഈ കാണുന്നതാണ് പുള്ളിക്കാനം എസ്റ്റേറ്റ്. എനിക്ക് തോന്നുന്നു വാഗമണിലേക്കാളും നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാട്ടോ ഈ പുള്ളിക്കാനം എസ്റ്റേറ്റ്. നമ്മളിവിടെ വന്ന ടൈം രാവിലെ ഒരു 8 മണി ആ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സൂര്യന്റെ പ്രകാശത്തിൽ ഇങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട്, ആ നീല ആകാശവും ആ പച്ച തേയില ചെടികളും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. മൂന്നാറിൽ നമുക്ക് അധികം അങ്ങനെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്ക് തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇറങ്ങി ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയായിരുന്നു. നമ്മൾ വാഗമണ്ണിൽ പോയിരുന്നില്ല. തിരിച്ചു വരുന്ന വഴി ചെളിക്കൽ കാവലിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് ദുർഘടമായ വഴിയാണ്. ഒരു പഴയ ഒരു തേയില ഫാക്ടറി ഉണ്ട്. ആ തേയില ഫാക്ടറിയുടെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഏകദേശം ഒരു 60-70 കാലഘട്ടം വരെ ഈ തേയില ഫാക്ടറി നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് എപ്പോഴോ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അത് പൂട്ടിപ്പോവുകയാണ് ഉണ്ടായത്. ഞാനും ഷിനിലും വളരെ ശ്രദ്ധിച്ചിട്ടാ അതിന്റെ അകത്ത് കയറിയത്. ആകെ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് പാമ്പൊക്കെ ഉണ്ടാവുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളില് എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാട്ടാ കണ്ടത്. അതിന്റെ മോൾ ഭാഗമൊക്കെ തലയിലേക്ക് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് കണ്ടത്. ചില്ലൊക്കെ കുറെയൊക്കെ തകർന്നു പോയിട്ടുണ്ട്, എങ്കിലും കുറെ ഭാഗങ്ങൾ നശിക്കാതെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പകല് പോലും ഇതുവഴിയൊന്നും ആരും അധികം വരാറില്ല കേട്ടോ. പുറത്തുള്ള തേയിലകൾ നുള്ളാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ജീവനക്കാര് വരാറുണ്ട്, അല്ലാതെ വേറെ ആരും ഇതിൽ വരാറില്ല. ഇതിന്റെ ഉള്ളിലെ മിഷനറീസ് ഒക്കെ നേരത്തെ മാറ്റിയിട്ടുണ്ട് അവര്. അതേ ആൾ സഞ്ചാരമൊന്നും ഈ പരിസരത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം നിൽക്കാനായിട്ട് അധികം ധൈര്യം തോന്നിയായിരുന്നില്ല. പിന്നെ കാടൊക്കെയല്ലേ, നമുക്കറിയില്ലല്ലോ അവിടെ എന്താ ഉണ്ടാവാന്നുള്ളത്. അതുകൊണ്ട് അധികം സമയം കളയാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കിയത്. എങ്കിലും അതിന്റെ ബിൽഡിങ്ങിന്റെ മേളിലേക്കൊക്കെ നമ്മളൊന്ന് കയറാൻ ശ്രമിച്ചു. ഇതിന്റെ മുകൾ വശം കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മളൊന്ന് കയറി നോക്കി കേട്ടോ. മൊത്തം തുരുമ്പ് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചവിട്ടാൻ ഒരു ഭയമായിരുന്നു. ഇതിന്റെ മുകൾ ഭാഗം എല്ലാം പലക കൊണ്ടാട്ടോ പണിതിരിക്കുന്നത്. ഈ പലകൊക്കെ ഏകദേശം ദ്രവിച്ചു തുടങ്ങിയേക്കണു. പിന്നെ ഇതിന്റെ ചുറ്റിലുമുള്ള ഒരു കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ആ സൈഡില് അപ്പുറത്തൊക്കെ ആ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ ഇവര് ബംഗ്ലാവ് എന്ന് പറഞ്ഞ കുറച്ച് ഷെഡുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അങ്ങോട്ടേക്കൊക്കെ നമുക്ക് അധികം പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. ആ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മൾ എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല, കാരണം അവിടെ ഒരു കിണറുണ്ട്, പിന്നെ ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു. ഈ കാണുന്നത് പോലെ വേറെ രണ്ട് സ്ഥലത്തും കൂടി ഇവരുടെ ബംഗ്ലാവ് ഉണ്ടെന്നാട്ടോ പറയുന്നത്. പിന്നെ സമയം ഇതായതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ശ്രമം നടത്തിയത്. കാരണം ഒരാൾ പോലും ആ പരിസരത്തില്ല. പിന്നെ വഴി കണ്ടപ്പോ ഒരു മൃഗത്തിന്റെ കാൽപാദം കണ്ടു. ഈ യാത്രയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് റോട്ടില് ഒരു കാൽപാദം കണ്ടത്. അത് പുലിയുടെ ആണോ കരടിയുടെ ആണോ എന്താണെന്ന് അറിയില്ല, എങ്കിലും ഉള്ളിലുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് വീഡിയോ ഒക്കെ മതിയാക്കി ചിത്രീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വേഗം ഇറങ്ങി കേട്ടോ. എങ്കിലും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല നല്ല കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ടായിരുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.